കാനഡയുടെ GDP എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്യും. ഗ്രോത്ത് എവിടെയും കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഈ 6 മാസത്തിൽ എന്ത് ഗ്രോത്ത് കാണിക്കാൻ, മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോർട്ട് ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഈ കനേഡിയൻ ഡോളർ അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4.6%, 4.6 to 6.5% ആണ് ഡിപ്രീസിയേഷൻ. അത് കനേഡിയൻ ഡോളറിൻ്റെ വാല്യൂ ഭീമമായിട്ട് അങ്ങ് കൂപ്പിട്ടു. കാരണം ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഇൻഫ്ലേഷൻ ഹൈ ആവും, ഏകദേശം 6.8% ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതായത് ഒരു സാധനങ്ങൾ സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത രീതിയിലാവും. സ്പെൻഡിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കട്ട് ഷോട്ട് ചെയ്യും. ആൾക്കാർ സ്പെൻഡ് ചെയ്തില്ല. പണം സ്പെൻഡ് ചെയ്തില്ല എങ്കിൽ എക്കോണമി ആക്റ്റീവ് ആകത്തില്ല. ഇത് പലതിനും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത്. അതായത് എല്ലാ സെക്ടറിനെയും കയറി ബാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓയിൽ സെക്ടറിനെ ബാധിക്കും. കാരണം ഓയിലിന് അവർ ഈ പറയുന്ന പോലെ ഓയിലിൻ്റെ ഇവർ ഈ പറയുന്ന ധാരാളത്വം കാണിക്കുമ്പോൾ പെട്ടെന്ന് ആരാ കാനഡയുടെ ഓയിൽ കയറി വാങ്ങുന്നത്? ഇതിനാരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാം. അതായത് ഇവിടുന്ന് അവിടെ പഠിക്കാൻ പോയവർ, ഇനി അവിടെ പഠിക്കുന്നവർ, ഇവിടുന്ന് അവിടെ പഠിക്കാൻ പോയവർക്ക് ഈ ട്രെയിനിങ്ങും പരിപാടിയും 1 വർഷം കഴിഞ്ഞ് പുറത്ത് പോയി ജോലി ചെയ്യുക. ആ ജോലി പൂർണ്ണമായിട്ടും ഇല്ലാതെ, കാരണം മറ്റവിടെ ഉള്ളവർക്ക് ജോലിയില്ല.